മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചില മരുന്നുകളുണ്ട്. രോഗങ്ങളെ ചികിത്സിക്കാൻ പഠിപ്പിച്ചു തന്ന ചില വഴികളുണ്ട്. ആ വഴികൾ കൂടെ നമ്മൾ നോക്കണം. അത് എത്രയോ പേര് പറയുന്നുണ്ട്, ഉസ്താദെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു, MRI സ്കാൻ ചെയ്തു, അത് ഇത് ഒന്നും അറിയണില്ല, പക്ഷേ ആഹാരം കഴിക്കണില്ല, രോഗം ബുദ്ധിമുട്ടാണ്. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും രോഗം എന്താണെന്ന് അറിയണില്ല, പ്രയാസപ്പെടുന്നില്ലേ? അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെന്ന ഹദീസ് പഠിപ്പിച്ചെന്ന ചില ചികിത്സാ രീതികളുണ്ട്. ആ ആത്മീയമായ ചികിത്സ നടത്തുന്നതിലൂടെ അതുപോലെ പരിഹാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ വേദന അനുഭവപ്പെടുമ്പോൾ രോഗനിർണയം നടത്തുന്നതിനോ ചികിത്സ നടത്തുന്നതിനോ മതം അനുവദിച്ചിട്ടുണ്ട്. അള്ളാന്റെ ദീൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാൻ, ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം ഇന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകള് ഭക്ഷണം കഴിക്കണില്ല, അവൾക്ക് എന്തോ പ്രയാസം, എന്തൊക്കെ ചെയ്തിട്ട് അറിയണില്ല, എല്ലാ സ്കാനിങ് എടുത്തു നോക്കി, ഡോക്ടർ പറയണത് ഒന്നുമില്ല എന്നാ, പക്ഷെ കുട്ടി ഭക്ഷണം കഴിക്കണില്ല. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അതിനുള്ള ചികിത്സ, ഇപ്പൊ ശരീരത്തിന് വല്ലാത്ത വേദന ഉണ്ടാകുന്നു, ഒരു മുറിവ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, ആ പ്രയാസം ഉണ്ടാകുന്ന സമയത്തുള്ള മരുന്നെന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് വേദന അനുഭവപ്പെട്ടാൽ മുത്തുനബി പറയുകയെന്ന്, എന്തെങ്കിലും രോഗമുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവേ 3 പ്രാവശ്യം ഇപ്രകാരം പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായാൽ മുത്തുനബി തന്റെ കൈയെടുത്ത് വെച്ചിട്ട് 3 പ്രാവശ്യം പറയും, ബിസ്മില്ലാ 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 അൽഹംദുലില്ലാ. രോഗമുണ്ടാകുന്ന സമയത്ത്, വേദനയുണ്ടാകുന്ന തലവേദനയാണെങ്കിൽ തലയുടെ മുകളിൽ കൈവച്ചിട്ട് എന്ത് പറയും? ബിസ്മില്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ. അവിടുന്ന് ഒരു 3 പ്രാവശ്യം പറയും. എന്നിട്ട് 7 പ്രാവശ്യം ഇപ്രകാരം പറയും, ഒരു ദുആ ചെയ്യും. ബിസ്മില്ലാ എന്ന് വെറുതെ പറഞ്ഞതല്ല. നബിതങ്ങൾ 3 പ്രാവശ്യം വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കൈവച്ചിട്ട് ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. വേദന മാറാനുള്ള മരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 7 പ്രാവശ്യം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. കിതാബിലൊക്കെ കാണാമല്ലോ. ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അവിടുന്ന് പറയും 7 പ്രാവശ്യം അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. 7 പ്രാവശ്യം അവിടുന്ന് പറയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് എനിക്ക് അനുഭവപ്പെടുന്നതും ഞാൻ ഭയപ്പെടുന്നതുമായ രോഗത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ അവന്റെ കഴിവിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ പറഞ്ഞ ദുആഇന്റെ അർത്ഥം. 7 പ്രാവശ്യം വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചിട്ട് ഇത് പറഞ്ഞാൽ ആ വേദന മാറുന്ന, അല്ലെങ്കിൽ പറഞ്ഞു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തലവേദന എടുക്കുന്നവർ കൈവച്ചിട്ട് ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ വേദന എടുക്കുന്ന ഭാഗത്തേക്ക് 3 പ്രാവശ്യം ബിസ്മില്ല പറയുക. എന്നിട്ട് കൈവച്ച് ബിസ്മില്ല പറഞ്ഞിട്ട് പറയണം, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. മഹാനായ ഉസ്മാൻ ഇബ്നു അബുൽ ആസ് അസ്സഖഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, മഹാനവറുകൾ പറയുന്നു, ഞാൻ മുസ്ലിമായി മാറിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട വേദനയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറഞ്ഞു. മഹാനവറുകൾ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോൾ ശരീരത്തിലെ ഒരു വേദനയെക്കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് 3, അവിടെ നിന്ന് പറഞ്ഞു, ആ വേദനയെടുക്കുന്ന ഭാഗത്ത് കൈവെക്കുക, എന്നിട്ട് 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയുകയും ശേഷം 7 പ്രാവശ്യം ഈ പറഞ്ഞ ദുആ ചെയ്യുകയും ചെയ്യാൻ എന്നോട് മുത്തുനബി എനിക്ക് പഠിപ്പിച്ചു തന്നു. ആ മനുഷ്യൻ പറയുകയാ, സഹീഹ് മുസ്ലിമിലെ ഹദീസായത്, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഹദീസ് പിന്നെ വായിച്ചില്ലെന്നേ ഉള്ളൂ. ഉസ്മാൻ അവിടെ നിന്ന് പറയുന്നു,
അന്നഹു ശഖാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅ യജിദുഹു ഫീ ജസദിഹി മുൻദു അസ്ലമ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളഅ യദക അലാ الذي تعلم من جسدك وقل بسم الله ثلاثا وقل 7 مرات أعوذ بالله وقدرته من شر ما أجد وأحاذر. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് മുത്തുനബി പറഞ്ഞു കൊടുത്തു എന്ന് സ്വഹാബി നമുക്ക് പഠിപ്പിച്ചു തരികയും അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബാബുൽ ഇസ്തിഹ്ബാബ് വളഅ യദഹി അലാ മൗദിഇ അലം മഅ ദുആ. വേദനയുടെ സ്ഥലത്ത് ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ തന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ദുആ ചെയ്യുന്നതിലൂടെ അവന്റെ രോഗം, അവന്റെ വേദനയ്ക്ക് ശമനം കിട്ടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജദു വ ഉഹാദിറു എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. എന്തു വന്നാലും ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന മാറുമെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഹദീസുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കഠിനമായ വേദനയുണ്ടായപ്പോൾ സ്വഹാബി പറയുകയാണ്, കഠിനമായ വേദനയുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യൂ നബിയോട് ഞാൻ പറഞ്ഞപ്പോൾ മുത്തുനബി എനിക്ക് പറഞ്ഞു തന്ന മരുന്നായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു തന്ന മരുന്നിതായിരുന്നു. ഞാൻ ഈ മരുന്ന് ചെയ്തപ്പോൾ എൻ്റെ രോഗം മാറി എന്ന് സ്വഹാബി നമുക്ക് പഠിപ്പിച്ചു തരികയും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതി റുഖിയ ബീബി റളിയല്ലാഹു തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. മഹദിയായ റുഖിയ ബീബി അവിടെ നിന്ന് പറയുന്നു, തനിക്ക് വേദനയുണ്ടാകുന്ന സമയം ഇങ്ങനെ പറയുമായിരുന്നു. മഹദി പറയുന്നു, കാല ഫഫഅൽതു ഫഅദ്ഹബല്ലാഹു മാ കാന ബി ഫലം അസൽ അംറുഹു ബിഹി അഹ്ലി വഗൈറുഹും. ഇവിടെ നിന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹദി പറയുന്നു, എനിക്ക് എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്ന് രോഗത്തെക്കുറിച്ചോ പ്രയാസത്തെക്കുറിച്ചോ എന്നോട് പറയുമ്പോൾ ഞാൻ ഈ മരുന്ന് പഠിപ്പിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഈ മരുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വേദനകൾ മാറ്റുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ചികിത്സ എന്താണ്? ബിസ്മി പറയുക. അതിനുശേഷം ഈ പറഞ്ഞ ദുആ 7 പ്രാവശ്യം വേദനിക്കുന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ശമനം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ മരുന്നെന്താ? ഏത് രോഗവും മാറാനുള്ള രണ്ടാമത്തെ മരുന്നെന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. രണ്ടാമത്തെ മരുന്ന് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ രണ്ടാമത്തെ മരുന്ന്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വേദന അനുഭവപ്പെടുമ്പോഴും ഖുർആൻ കൊണ്ട് ചികിത്സിക്കാമല്ലോ. ഖുർആൻ ഓതിക്കിട്ടൊക്കെ ഇത്തിരി വെള്ളം ഓതി കൊടുക്കാൻ പറഞ്ഞത് വെറുതെ ഒന്നല്ല ഉസ്താദ്. ഇത്തിരി വെള്ളം ഓതിത്ത ഉസ്താദെ, ഇതൊക്കെ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരില്ല. അല്ലെങ്കിൽ പേടി വരുമ്പോൾ ഓടി വന്നിട്ടൊരു ചരടൊന്നും ഓതിത്ത അവർ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതൊന്നും വെറുതെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇതില് കളിയാക്കുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികൾക്ക് ശമനവും കരുണയുമായിട്ടാണ് ഖുർആനിലൂടെ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയും. ഷിഫാ. ഖുർആനിൽ ഷിഫാഇന്റെ 7 ആയത്തുകളുണ്ട്. നിങ്ങളത് പഠിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ ഷിഫാഇന്റെ 7 ആയത്തുകളുണ്ട്. ആ ആയത്ത് ഓതിയിട്ട് ഊതി കുടിക്ക്. ഷിഫാഇന്റെ ആയത്തല്ലേ, വേറൊന്നുമല്ലല്ലോ. ആ ആയത്തിന്റെ പേര് തന്നെ ഷിഫാഇന്റെ ആയത്തുകൾ എന്നാ. എന്തിനാ സഹോദര? സൂറത്തുൽ ഫാത്തിഹ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് ഊതിയാ മതി. ഏറ്റവും വലിയ മരുന്നല്ലേ. ഏറ്റവും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫാത്തിഹ ഓതിയിട്ടാ നമ്മളൊക്കെ തുടങ്ങണേ. ഈ ഫാത്തിഹ ഓതിയിട്ട് ഊതി നോക്കിയേ, ഏത് ബുദ്ധിമുട്ടും മാറും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമുക്ക് മനസ്സിലാകണില്ല അതിന്റെ വില, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, നീ പറയുക, അത് സത്യവിശ്വാസികൾക്കും മാർഗദർശനവും ഔഷധവുമായിട്ടാണ് നാം ഖുർആനിനെ ഇറക്കിയത്. അള്ളാഹ് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ
ഇസ്തഖാ യഖറഉ അലാ നഫ്സിക ബിൽ മുഅവ്വദതി വയൻഫുസു ഫലമ്മാ ഇസ്തദ്ദ വജ്ഉഹു കുന്തു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിക. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശരീരവേദന അനുഭവപ്പെട്ടാൽ തന്റെ ശരീരത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പാരായണം ചെയ്ത് ഉമ്മുനീർ തന്റെ കൈകളിലൂതി അതുകൊണ്ട് തടകുകയും ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്, ഞാൻ വെറുതെ പറഞ്ഞല്ല, സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, നബിക്ക് എന്തെങ്കിലും വേദനയുണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയും? സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ്, ഈ 3 സൂറത്ത് ഓതിയിട്ട് ഊതും, കയ്യിലിങ്ങനെ ഊതും. ഇപ്പൊ തുപ്പലൊക്കെയാണല്ലോ വിവാദമായിരിക്കണം, അല്ല ഞാൻ പിന്നെ അത് പറയാന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ ഊതിയിട്ട് ശരീരത്തിങ്ങനെ തടകുമായിരുന്നു, അവിടെ നിന്ന് ചെയ്യുമായിരുന്നു. രോഗത്തിന്റെ വേദന കൂടിയപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല ഈ സൂറത്തുകൾ ഓതി നബിയുടെ കൈകളിൽ ഓതുകയും അതുകൊണ്ട് ശരീരം തടവി കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതൊക്കെ സൂറത്ത്? അവസാനത്തെ 3 സൂറത്ത്, ഖുൽഹു, ഇഖ്ലാസ്, ഫലക്ക്, നാസ്. ഇനി മുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ഒന്ന് ഊതി, കയ്യിൽ ഊതിയിട്ടൊന്ന് തടകി നോക്ക്, അള്ളാഹു ശമനം നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങളും ചികിത്സ തുടങ്ങാറായില്ലേ? അപ്പൊ നിങ്ങൾ ഇൻഷാ അല്ലാഹ്, ഇനിയിപ്പോ ഞങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, സ്വന്തം അങ്ങ് ചികിത്സിക്കാമല്ലോ. ഇനിയിപ്പോ ചരടൊക്കെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് സ്വന്തം അങ്ങ് ചികിത്സിച്ച മഹാനായ മൂസാ നബി അലിഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പോയപ്പോൾ പറഞ്ഞു, പടച്ചോനെ എനിക്ക് വല്ല പനിയാ റഹ്മാനെ, വലിയ സുഖമില്ല. മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് സുഖമില്ല. ആ കാണുന്ന മരത്തിൽ പോയി ഇല പറിച്ച് തിന്നാൻ പറഞ്ഞു. ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പോയി ഇല പറിച്ച് തിന്നാൻ. മൂസാ നബി അലിസ്സലാം പോയിട്ട് ആ ഇല പറിച്ചു തിന്നു, പനി മാറി. പിന്നീട് ഒരിക്കൽ പനി വന്നപ്പോ അള്ളാഹിനോട് ചോദിക്കാനൊന്നും നിന്നില്ല, നേരെ പോയിട്ട് ആ ഇല പറിച്ചങ്ങ് തിന്നു. പനി കൂടി, പനി കൂടി. എന്താ പടച്ചോനെ, അന്ന് തിന്നപ്പോ ഇതെന്താ കുറഞ്ഞു, ഇപ്പം തിന്നപ്പോ കൂടി. അതിനകത്തൊരു പാഠമുണ്ട്, പഠിച്ചു വെച്ചോ. അതിനകത്ത് ആദ്യം അള്ളാഹുവ പറഞ്ഞത് പോയി തിന്നാൻ, ഇപ്പൊ ആര് സ്വന്തം കാണിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് വല്ലയിടത്തുനിന്ന് വലിച്ചു കയറ്റരുത്. അവിടെ ഇടക്കം പോയിട്ട് അവസാനം ഒരാൾക്ക് ചരട് ഓതി കൊടുത്തിട്ട് പിന്നെ ഓതിയവനെ ഓതാൻ വേറെ നടക്കേണ്ട കാലമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അറിയാതൊക്കെ വല്ല വെള്ളം ഓതി കൊടുത്തു, ചരട് ഓതി കൊടുത്തു, എന്തെങ്കിലും ഓതി കൊടുത്തിട്ട് അവസാനം ഈ ശൈത്താനെ ഇറക്കാൻ വേറെ അടുത്ത് പോകേണ്ട അവസ്ഥയാണ്. അറിയാത്ത പണികൾക്ക് നിൽക്കുന്നത് ഞാൻ പറഞ്ഞത്, അവനവനെ അറിയണ പണിയെ ചെയ്യാവൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു വേദനയുണ്ടായാലും ആ വേദന അനുഭവിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം, ഒന്ന്, ഇത് നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അള്ളാഹ് ഈ വേദന തന്നിരിക്കണേ. നിന്റെ പാപങ്ങൾ പൊറുക്കുവാനും നിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ രോഗം തന്നിരിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന രോഗവും വേദനയും പ്രയാസവും കൊണ്ട് നടക്കുന്ന ഉപ്പമാർ, സഹോദരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിത് പറഞ്ഞേ. അപ്പൊ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിന്റെ പാപം പൊറുക്കുന്നുണ്ട്, നിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുകയാണ്. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു നല്ലൊരു കാര്യമാണ് രോഗം. പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതെ നന്മകൾ അധികരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വഴിയാണ്. ഇതുകൊണ്ടുള്ള 2ാമത്തെ നേട്ടം അതാ. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അത് മാറാനുള്ള മരുന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. കൈവക്കണം 7 പ്രാവശ്യം. എവിടെയാണോ വേദന കിടക്കുന്നത് ആ വേദന കിടക്കുന്ന ഭാഗത്ത് കൈവച്ച് ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ
എന്ന് പറഞ്ഞുകൊണ്ട് അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ വേദന മാറും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ, വേദന വല്ലാതെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്നു, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ് ഈ 3 സൂറത്തുകൾ ഓതി വേദനയുള്ള ഭാഗത്തേക്ക് കയ്യിലൂതിയിട്ട് തടകി കൊടുക്കുക. അതിലൂടെ നമ്മുടെ രോഗം മാറും, നമ്മുടെ വേദന മാറും, നമ്മുടെ പ്രയാസം മാറും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. النبي سعيد الخدري رضي الله تعالى عنه وعن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذى ولا غم حتى شوكة يشاكها إلا كفر الله بها من الخطايا. മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, 2 സ്വഹാബികൾ അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുസ്ലിമിന് വല്ല ക്ഷീണമോ രോഗമോ ദുഃഖമോ അസുഖമോ ബാധിച്ചാൽ, നബി തങ്ങൾ പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ക്ഷീണം, ഒരു രോഗം, ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലാഹു കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അവന്റെ ശരീരത്തിൽ അവൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഇല്ല കഫറല്ലാഹു ബിഹാ മിനൽ ഖതായാ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നവന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറയ്ക്കുകയാണെങ്കിലും ശരി, പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ, റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടു, ആ മുള്ളു കൊണ്ടതിന്റെ വേദനയ്ക്ക് പകരം അല്ലാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, പടച്ചവനെ അറിയാതെ കാലിൽ കൊള്ളുന്ന ഒരു മുള്ളിന്റെ വേദനയ്ക്ക് പകരം അല്ലാഹു നമ്മുടെ പാപം പൊറുക്കുന്നുണ്ടെങ്കിൽ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മുസ്ലിമേ, നടക്കാൻ കഴിയാത്ത മുസ്ലിമേ, പടച്ചവനെ മാരകമായ രോഗം വന്ന് വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്നവരുണ്ടല്ലോ. നമ്മൾ പറയും, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവൻ ദുനിയാവിൽ കിടന്ന് അനുഭവിക്കുകയാണ്. അവന് ഭാഗ്യവാനാണ് സഹോദരാ, അവന് ഭാഗ്യവാനാണ് സഹോദരാ. കാരണം പടച്ചവനെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പാപം പൊറുക്കുമെങ്കിൽ, ക്യാൻസർ രോഗം പിടിച്ചു 10 വർഷമായി 15 വർഷമായി പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടക്കുന്നവരുണ്ടല്ലോ, ശരീരം തളർന്ന് കിടക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആ വേദന വെറുതെയാകില്ല. ആ വേദനയ്ക്ക് പകരം നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. പടച്ചറപ്പ് അവരുടെ പാപങ്ങൾ കഴുകിക്കളയുകയാണ്. പടച്ചവനെ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പരീക്ഷണം കടന്നു വരുമ്പോൾ പരാതി പറയുന്നവരുണ്ടല്ലോ, പടച്ചവനെ വലിയ ദുഃഖം പറയുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ നന്മകൾ
നന്മകൾ ജീവിതത്തിലില്ല. ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ട് അവർക്കൊരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. പക്ഷേ അവരെ സ്വർഗത്തിന്റെ അവകാശികളാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? അവരെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്നത് എങ്ങനെയെന്നറിയോ? അല്ലാഹു അവർക്ക് ചില പരീക്ഷണം കൊടുക്കുകയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. ഒരു വനാന്തരത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, യാത്ര കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുമ്പോ, യാത്ര കഴിഞ്ഞ വഴിയിലൂടെ മടങ്ങി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ? ആ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്റെ ഇറച്ചി ഇങ്ങനെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുകയാണ്. ആ മനുഷ്യന്റെ ശരീരം അവിടെ നിന്ന് വലിച്ചു കീറുകയാ. മൃഗങ്ങൾ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത്. അപ്പോഴാണ് മൂസാ നബി ചിന്തിച്ചു, അല്ലാ, നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ. ആ മനുഷ്യനെ വന്യമൃഗങ്ങളെ കടിച്ചു പറിച്ചു മാംസം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണല്ലോ അവിടെ നിന്ന് കാണുന്നത്. പടച്ചവനെ, അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ ജീവിതത്തിൽ നന്മകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. പടച്ചവനെ, വന്യമൃഗം വന്ന മനുഷ്യനെ കടിച്ചു വലിച്ചു കീറുകയാണ്. വല്ലാത്ത വേദനയാണല്ലോ. ആ വേദനകൾ സഹിക്കുമ്പോ ആ മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ആ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാണ്. പിന്നെ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം അല്ലാഹു പ്രതിഫലം കൊടുക്കുകയാണ്. പടച്ചവനെ, അവസാനം ആ മനുഷ്യനുണ്ടല്ലോ സ്വർഗത്തിന്റെ അവകാശികളിലേക്ക് പെടുകയാണ്. ഇത് തന്നെയാണ് പ്രവാചകന് പഠിപ്പിക്കുന്നത്. അല്ലാഹു ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ അമലുകളില്ല, നിസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല, സദഖകളില്ല, ഒരുപാട് സൽക്കർമ്മങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിലില്ല. പക്ഷേ അല്ലാഹു പിന്നെ എങ്ങനെയാണ് സ്വർഗം കൊടുക്കുന്നത്? ചിലപ്പോൾ ക്യാൻസർ കൊടുക്കുകയാണ്, ട്യൂമർ കൊടുക്കുകയാണ്, കിഡ്നി തകരുത്തുകയാണ്, ശരീരം തളർത്തുകയാണ്. പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ കൊടുക്കുകയാണ്. ആ കിടപ്പിൽ വർഷങ്ങളോളം കിടന്നു പ്രയാസപ്പെടുന്നു. പലരുടെയും പലരുടെ പടച്ചവനെ എല്ലും തോലുമാകുന്നു. കിടന്ന് ശരീരത്തിന്റെ തൊലികൾ പോലും പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ എത്രയോ പേര് കിടക്കുന്നുണ്ട്. അല്ലാഹു അവരുടെ വേദനകൾക്ക് പകരം അവരുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വേദനയുടെ പരാതി പറയുന്നവരെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വാലിഹത്തായ പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അപസ്മാരമെന്ന് പറയുന്ന രോഗമാണ് നബിയേ. വല്ലാത്ത വേദനയാ നബിയേ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. വായിലൂടെ പതയും നൊരയുമൊക്കെ വരുന്ന, കടന്നു പിടയുന്ന ഒരു രോഗമാണ് അപസ്മാര രോഗം. വല്ലാത്ത വേദനയാണ്. ഈ പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ രോഗമൊന്നു മാറാ ദുആ ചെയ്യുമോ? എന്റെ രോഗമൊന്നു മാറാ ദുആ ചെയ്യുമോ നബിയേ? വല്ലാത്ത വേദനയാണ് നബിയേ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അതാ ദുആ ചെയ്യാൻ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താ? പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഞാൻ ദുആ ചെയ്യുകയാണെങ്കിൽ നിന്റെ രോഗം മാറും. പക്ഷേ നീ ക്ഷമിച്ചാൽ, ഈ രോഗത്തിന്റെ വേദന നീ ക്ഷമിക്കാൻ തയ്യാറായാൽ, അല്ലാഹു അതിനു പകരം നിനക്ക് സ്വർഗം തരും പെണ്ണേ.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ദുആ ചെയ്യിപ്പിക്കാൻ രോഗിയായ പെണ്ണുമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വർഗം വേണോ രോഗം മാറണോ? ആ സ്വാലിഹത്തായ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ ദുആ ചെയ്യണ്ട, ദുആ ചെയ്യണ്ട നബിയെ, വേദന സഹിക്കാൻ തയ്യാറാണ് നബിയെ. അള്ളാന്റെ നരകം എനിക്ക് പേടിയാ, ആ നരകത്തിന്റെ ശിക്ഷ എനിക്ക് പേടിയാ, എനിക്ക് സ്വർഗം മതി നബിയെ, എനിക്ക് സ്വർഗം മതി നബിയെ എന്ന് മുത്തുനബിയോട് അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾ ഏതെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് വേദനയാണെങ്കിലും, നിന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്ന വേദനയാണെങ്കിലും അതിനു പകരം അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിനൽ ഖതായാ, അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമുക്ക് തലവേദന എടുക്കും, പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടും, വേദന സഹിക്കാൻ പറ്റൂല നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലിൽ ഒരു മുള്ളു കൊണ്ടാലും ആ വേദനയ്ക്ക് പകരം നമുക്ക് പ്രയോജനമുണ്ട്. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ പടച്ചവനെ ക്യാൻസർ വന്നവരില്ലേ, കാല് മുറിച്ചവരില്ലേ, കൈമുറിച്ചവരില്ലേ, എഴുന്നേക്കാൻ കഴിയാത്തവരില്ലേ, കിടന്ന കിടപ്പിൽ കിടന്ന് ശരീരത്തിന്റെ പുറം ഭാഗത്തിന്റെ തൊലി പൊട്ടിപ്പോയവരില്ലേ, അള്ളാഹു അവർക്കൊക്കെ ശിവ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് എന്താ? അനുഭവിക്കുന്ന കണ്ടോ, അനുഭവം ഭാഗ്യവാനാട ചങ്ങാതി. ആ കിടക്കുന്ന മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? അദ്ദേഹത്തിന്റെ സർവ്വ പാപങ്ങളും ഈ വേദന സഹിച്ചതിന്റെ പേരിൽ അള്ളാഹു പുറത്തു കൊടുത്തു. പിന്നെ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം പ്രതിഫലം കൊടുക്കുകയാ ആ മനുഷ്യൻ. അള്ളാഹു പ്രതിഫലം കൊടുക്കുക. അങ്ങനെ സ്വർഗത്തിന്റെ അവകാശി മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ അവകാശിയായിട്ട് ആ മനുഷ്യൻ മരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ ആരോഗ്യത്തെ പോലെ വടി പോലെ നടക്കും, ആരോഗ്യവാന്മാരെ പോലെ വടി പോലെ നടന്നിട്ട് പടച്ചോനെ സ്വർഗവും ഇല്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനും ഒരു ഭാഗ്യം വേണം, അതാ മനസ്സിലാക്കുക. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരു രാത്രിയിൽ ഒരു മനുഷ്യന് പനി പിടിച്ചാൽ തന്നെ അവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രശ്നപ്പോൾ ഈ ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ വന്ന് കിടക്കുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ എത്ര വലിയ ഭാഗ്യവാൻ. രാജേണ്ണന്റെ കത്ത വയ്യാന്ന് പറയുമ്പോൾ ഇനി എന്നും പറയരുത്. ഇന്ന് പി കെ പറയുന്ന കേട്ട് ഉമ്മായിക്ക് വയ്യാന്നൊക്കെ. ഒന്നുമല്ല. ഈ വേദനകൾക്ക് പകരം അള്ളാഹു അവർക്ക് സ്വർഗമല്ലേ കൊടുക്കണേ, അള്ളാഹു അവർക്ക് പ്രതിഫലമല്ലേ. ഖജാൻജി പറയുന്ന മുട്ടുവേദന എന്ത് വേദന ഖജാൻജി? ആ വേദനയ്ക്ക് പകരമില്ലെങ്കിൽ രക്ഷപ്പെട്ടെ. ആ വേദനയ്ക്ക് പകരമാണല്ലോ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാം. ഒരു രോഗമില്ലാതെ ഞാനങ്ങ് വലിയവനാണ്, എനിക്കൊരു കുഴപ്പമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. ചിലർ പറയാറുണ്ടല്ലോ, ഓനെ നമ്മൾ അത്രയും വിലയിരുത്തിയാൽ മതി, എനിക്ക് ഒരു രോഗമില്ല എന്നല്ലേ പറയണേ. രോഗം വരണമെങ്കിലും ഭാഗ്യം വേണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ വേദനകൾക്ക് പകരം കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്ത്? അവന്റെ പാപം അള്ളാഹു പൊറുക്കും. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തിരുമാറാകട്ടെ. 2, തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ വേദന കൊണ്ട് കഴിയും. രണ്ടാമതുണ്ടാകുന്ന ഒരു നേട്ടമാണ് തിന്മകളിൽ നിന്നൊഴിയാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതുൻ ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് തീയെക്കുറിച്ച് പറയും. അള്ളാഹു പറയുകയാ, നാം അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിട്ട് അള്ളാഹു തന്നിരിക്കുക. പടച്ചവൻ നമ്മളോട് പറയുകയാ,
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീയെക്കുറിച്ച് അള്ളാഹു ഇവിടെ നിന്ന് വിശദീകരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഒരാൾക്ക് വേദനയുണ്ടായാൽ, രോഗമുണ്ടായാൽ, ആ രോഗം കാരണമായി ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്യാൻസർ എന്ന് പറയുന്ന രോഗം കൊടുത്തു. ആ ക്യാൻസർ രോഗം പിടിച്ചവൻ ഏറ്റവും കൂടുതൽ ദിക്റാണോ പറയുന്നത്, അതോ വേറെന്തെങ്കിലും പാപമാണോ? പറയൂടെ ചങ്ങാതിമാരെ. അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു രോഗം തന്നാ നമ്മൾ 5 നേരം നിസ്കരിക്കൂലേ, ഖുർആൻ ഓതൂലേ, ദിക്ർ പറയൂലേ? അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമേ ചെയ്യൂ. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കള്ളുടിക്കാൻ പോവോ? തെറ്റിയൂല. പടച്ചവനെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും എങ്ങനെയെങ്കിലും നമ്മുടെ രോഗം മാറാൻ. അപ്പൊ ഈ രോഗങ്ങൾ വരുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇബാദത്തുകൾ ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ടാകും. തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നന്മകൾ ചെയ്യുവാനുള്ള ഒരു സ്വഭാവം, ഒരു ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനയുടെ അവസ്ഥയിൽ ഇതുപോലെ തന്നെയാണ് പരലോകത്തിന്റെ ശിക്ഷയെന്നെ കുറിച്ചുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നു, സന്തോഷം തന്നു, നമ്മൾ അള്ളാഹിനെ ഓർക്കാറില്ല. ആ സമയത്ത് അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നു നോക്കട്ടെ. പടച്ചോനെ, ഇതല്ല പള്ളിയുടെ പണി നടക്കുന്നു, വലിയ വലിയ സമ്പന്നന്മാരോട് പോയി പൈസ വെച്ച് നമ്മൾ ഒന്നുമില്ല. എന്നാൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു രോഗമോ ഒരു പ്രയാസമോ വരട്ടെ, അപ്പൊ കൊണ്ടുവരും. കാപ്പി കുടിക്കുന്നതിനിടയിൽ നിങ്ങളിത് മറന്നു പോരുതട്ടാ. ബിസ്ക്കറ്റും കാപ്പിയൊക്കെ ഉള്ള അൽഹംദുലില്ലാ കഴിക്കുക. അല്ലാഹു നമുക്ക് സ്വർഗത്തിലെ ഭക്ഷണം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, അദ്ദേഹം ഹദ്ദാദിന്റെ ഉജീനം കൊണ്ട് തന്നിട്ട് അദ്ദേഹം ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയതാ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ക്ലാസ്സിനും ചായ തന്നുകൊണ്ടിരുന്ന നസീറാക്ക കുറച്ചു ദിവസം ഇല്ലാതെ വന്നപ്പോൾ അതിൻ്റെ അറിയുന്നുണ്ടില്ലേ? കുറച്ചു ദിവസം നമ്മുടെ ക്ലാസ് മുടങ്ങിയപ്പോൾ നല്ല വർക്കത്തൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ നടക്കുന്ന ഉദ്ഹിയ്യത്തിൽ ഒരു പോത്തിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മോൻ പുറത്തല്ലേ നസീറുണ്ട്? ജോലിക്കായോ? ശരി, അള്ളാഹു എൻ്റെ ജോലിയിൽ സ്ഥിരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാപ്പാടെ കൂടെ ഇവിടെ കാണും കടയിൽ നോക്കിയിരിക്കുക. ഉടനെ മോൻ അറബി നാട്ടിൽ പോയി കിടക്കുക. അവന് വാപ്പാടെ കടയിൽ നോക്കിയിട്ട് ഇവിടെ നിൽക്കുക, റാഹത്തായിട്ട്. ഇല്ല, ഗൾഫിൽ പോകണമെന്നോ? പോയി ഇത്തിരി വെയിലൊക്കെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ജീവിതം പഠിക്കട്ടെ. അൽഹംദുലില്ലാ, അല്ലേ? എപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയാലും മനസ്സിലാകത്തില്ല, ഒന്ന് പുറത്തു പോകണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവന് ഖൈറും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മൾ അള്ളാഹിനെ നല്ലതുപോലെ ഓർക്കും. അപ്പൊ 5 നേരം പള്ളിയിൽ വരും. ഇന്നൊലിച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റിന് അയച്ചു ഒരു സഹോദരൻ ഇന്ന് വലിയ ഒരു ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരും. അള്ളാഹു ആ സഹോദരന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, കരുണക്കടലായ പടച്ചവനെ, റബ്ബേ, ഒരു സഹോദരൻ വലിയ ഒരു ടെസ്റ്റിന് അയച്ചിട്ട് റബ്ബേ വളരെ പ്രയാസത്തിലാണ്. ഈ കൈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കരുണക്കടലായ അല്ലാ ശിഫ നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നോ അവരുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ അർശും ഖുർശും ലൗഹും ഖലമും സ്വർഗ്ഗവും കഅബയും ഹജറുൽ അസ്വദും അല്ലാഹുവേ നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ, ഒരു സന്തോഷം കൊടുക്കണേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് പേര് പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബ്ലഡ് ടെസ്റ്റിന് അയച്ചു, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ വന്നു, ആ മുഴ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അയച്ചിരിക്കുകയാ. അള്ളാഹു ആരാപ്പ കണ്ടുപിടിക്കുക? ആ സമയത്ത് മരണവീട് പോലെ വീട്, ടിവിയും കണ്ട് ആസ്വദിച്ചു സുഖിച്ച് നടന്നിരുന്ന വീട്
ഇവിടെ നിസ്കാരമായി, ഖുർആനോദലായി, TV ഓഫാക്കി ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുന്നു, സദഖ കൊടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട്? രോഗം വന്നപ്പോ, പ്രയാസം വന്നപ്പോ, ആ കുറച്ചു നാളെങ്കിലും ആ റിസൾട്ട് വരുന്നത് വരെയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുന്നു. അപ്പൊ അള്ളാഹു ഒരു വേദന തരുന്നതിലൂടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ നേട്ടം, പാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രോഗം പിടിച്ച് കിടക്കുന്നവൻ എപ്പോഴും പാട്ടല്ല പാടുന്നത്, തൻ്റെ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്രയോ ദിക്റുകൾ പറയുന്നു. അപ്പൊ ദിക്റുകൾ പറയുന്നു. ഇതൊക്കെയാണോ ഉമ്മ TV ഒന്ന് ഓഫാക്ക്, ഇതൊക്കെ മാറ്റിവെക്ക്, പാട്ടൊക്കെ ഒന്ന് ഓഫാക്ക്, ഖുർആൻ ഓത്, ദിക്റ് പറ. നന്മകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. നമുക്കൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. വേദനകൾ അനുഭവിക്കുന്നവർ, നമ്മുടെ ഷൗക്കണ്ണൻ നമ്മുടെ ക്ലാസ് കേൾക്കാൻ വരുന്ന ആളാ. സത്യം പറഞ്ഞാൽ ഇന്ന് ഒന്നാമത്തെ സഫിലുണ്ടാകേണ്ട ആളെ ഇപ്പോൾ ഹോസ്പിറ്റലില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാലിന് പഴുപ്പൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് കാണാൻ പോകണം കേട്ടോ നാളെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശരീരം പോലും നോക്കാതെ എപ്പോഴും പള്ളിയും കാര്യങ്ങളുമായിട്ട് നടക്കും. കാല് നോക്കൂല, എത്ര പറഞ്ഞാലും നോക്കൂല. ഇൻഷാ അല്ലാഹ് ഇന്ന് രാവിലെയും വിളിച്ചപ്പോൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വരും, ഞാൻ വരുന്ന റെഡിയാവുന്ന പറഞ്ഞ്. അവിടെ കിടക്കട്ടെ കുറച്ച് ദിവസം, അൽഹംദുലില്ലാഹ് അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേദന കൊടുത്താൽ ഒന്നാമത്തെ പ്രതിഫലം പാപം പൊറുക്കും. ടെൻഷൻ മാറിയില്ലേ? ഇനി നമുക്ക് പ്രയാസമുണ്ടോ? എൻ്റെ ക്ലാസ് കേൾക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രയാസപ്പെടണ്ട. ആ വേദനയ്ക്ക് പകരം അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരും. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. 2, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു മനസ്സുണ്ടാകും. തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു തെറ്റുകൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ എന്താ ചെയ്യുക അപ്പോൾ ഈ വേദനയൊക്കെ വന്നാൽ? എത്രയോ പേര് ക്യാൻസർ രോഗം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ, കാസർഗോഡ് ജില്ലക്കാരനാ, 25 വയസ്സുണ്ട്. ഉംറയ്ക്ക് പോകുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല. ആ ചെറുപ്പക്കാരൻ പറയുന്നു, വേദന സഹിക്കാൻ പറ്റുന്നില്ല ഉസ്താദെ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. സത്യമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, എന്നോടൊക്കെ ഒരുപാട് പേര് വിളിക്കും, ഉസ്താദെ വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, സഹോദരൻ മരിച്ചുപോയി, മകൻ മരിച്ചുപോയി, ദുആ ചെയ്യണം. ഞാൻ എടുത്ത വായിക്ക് പറയും, അള്ളാഹുവിൻ്റെ തീരുമാനം, ക്ഷമിക്ക്, പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. അപ്പൊ ഇങ്ങനെ സമാധാനിപ്പിക്കും. അത് വളരെ ചിലപ്പം അത് മനസ്സ് കൊണ്ടോണ്ട് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കി, ഇനി ആരോടും ഞാൻ അങ്ങനെ പറയില്ല, ഇനി ആരോടും അങ്ങനെ പറയില്ല. കാരണം അവൻ്റെ മനസ്സിൻ്റെ വേദന അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം വരണം, അപ്പോഴേ നമ്മളതിൻ്റെ വേദന അറിയും. ഫോണിൽ വിളിക്കുന്നവരോട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും കോള് വരുന്നത്, എടുത്തു വെച്ചുകൊണ്ട് പറയും, സമാധാനിക്ക്, ക്ഷമിക്ക്. പറയാൻ എളുപ്പം സഹോദരിമാരെ, നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഒരവസ്ഥ വല്ലാത്തതായിരുന്നു. അത്രയ്ക്കും വേദന, താങ്ങാൻ കഴിയാത്ത വേദനകൾ മനുഷ്യന് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള വേദനകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിനാ പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊള്ളാൻ. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ അതാ പറഞ്ഞത്. ഒരു മനുഷ്യൻ അധികമായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കൂല എന്ന മനുഷ്യന്. താങ്ങാൻ പറ്റാത്ത ചില വേദനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് അറിയണമെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ചോറും കറിയും വെച്ച് നമ്മുടെ മക്കളെയും നോക്കി വീടും നോക്കി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ പെട്ടെന്നങ്ങ് മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. അവൾ മരണപ്പെട്ടു പോയി. കൊണ്ടുവന്ന പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ഖബറടക്കി. അങ്ങനെ കുടുംബക്കാരെല്ലാവരും പിരിഞ്ഞുപോയി. രാത്രിയായപ്പോ നമ്മുടെ മക്കൾ ഇങ്ങനെ അടുത്ത് വന്ന് നിന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കണം, ഉമ്മ എവിടെ വാപ്പാ? ഒന്ന് സങ്കല്പിച്ച് നോക്കും മനുഷ്യ, എന്തായിരിക്കും വേദനയെന്ന്. ഉമ്മ എവിടെ, എനിക്ക് ഉമ്മയെ കാണണമെന്ന് പറഞ്ഞ് നമ്മുടെ മക്കള് നമ്മുടെ മുന്നിൽ വന്ന് ചോദിച്ച റബ്ബേ, കെട്ടിപ്പിടിച്ച് കരയാനല്ല നമ്മളെ കൊണ്ട് എന്താ കഴിയുക? നമ്മൾ പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കൾക്ക് വല്ല ക്യാൻസറോ ട്യൂമറോ അല്ലാഹു കാക്കുമാറാകട്ടെ, എന്തെങ്കിലും രോഗം വന്ന നമ്മുടെ മക്കൾ പറയുന്നു, ഉപ്പച്ചി എനിക്ക് വേദനിക്കുന്നു ഉപ്പ. എന്ത് ചെയ്യും സഹോദരങ്ങളെ? നമ്മുടെ മക്കളെ കെട്ടിപ്പിടിച്ച് കരയാനല്ലേ പറ്റൂ? നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനും ഒറ്റ നിമിഷം കൊണ്ടങ്ങ് നഷ്ടപ്പെട്ടു പോയി നമ്മൾ എന്താ ചെയ്യുക? ഇതാണ് താങ്ങാൻ കഴിയാത്ത വേദന. ഇതൊന്നും ഒരിക്കലും
നമുക്ക് ഈമാൻ കുറഞ്ഞവരാ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന ഈ സമുദായത്തിൽ. പണ്ട് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു, ഇപ്പൊ തീരണത് മൊത്തം മുസ്ലിങ്ങളാണ്. ഇപ്പൊ മുസ്ലിമീങ്ങളാണ് വല്ലാതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ച് തന്നെ ഏറ്റവും പഠിപ്പിച്ചു കൊടുക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്നിട്ട് നമ്മുടെ മക്കൾ ഇപ്പം ആത്മഹത്യ ചെയ്യുന്നു. ആണും പെണ്ണും കല്യാണം കഴിഞ്ഞതൊക്കെ കെട്ടി തൂങ്ങിയൊക്കെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ചോദിക്കും ഉസ്താദ്, ഈ രോഗങ്ങളൊക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അതിന് ചികിത്സയുണ്ടല്ലോ, എത്രയോ മരുന്നുകളുണ്ടല്ലോ, ഏത് രോഗത്തിനും മരുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസുകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. വെറും ഹോസ്പിറ്റലും ടാബ്ലറ്റും മാത്രമല്ലല്ലോ. പോകണ്ടെന്ന് ഞാൻ പറയണില്ല, ഹോസ്പിറ്റലും ടാബ്ലറ്റും മാത്രമാണെന്ന് ഞാൻ പറയണില്ല, അത് മാത്രമാകരുത്.